അപ്പൊ ഹൗ ഡു സെറ്റ് ടൈം ഔട്ട് ആൻഡ് സെറ്റ് ഇന്റർവൽ. സെറ്റ് ടൈം ഔട്ടും സെറ്റ് ഇന്റർവലും എങ്ങനെയാണ് വർക്ക് ചെയ്യണത്? ജാവാ സ്ക്രിപ്റ്റിനകത്ത് സെറ്റ് ടൈം ഔട്ടും സെറ്റ് ഇന്റർവലും എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻസ് ആണ്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ടു ഷെഡ്യൂൾ ടാസ്ക് ടു റൺ ആഫ്റ്റർ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ടൈം. കുറച്ച് എമൗണ്ട് ഓഫ് ടൈം, കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ടൈം കഴിഞ്ഞിട്ട് കോഡിനെ റൺ ചെയ്യാനായിട്ടാണ്, ഒരു ടാസ്ക് റൺ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഫങ്ഷൻസ് സെറ്റ് ടൈം ഔട്ട് ആൻഡ് സെറ്റ് ഇന്റർവൽ യൂസ് ചെയ്യുന്നത്. ടാസ്കിനെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്, ടു റൺ ആഫ്റ്റർ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ടൈം, അതായത് ടാസ്ക് എപ്പോൾ റൺ ചെയ്യണമെന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സെറ്റ് ടൈം ഔട്ട് അല്ലെങ്കിൽ സെറ്റ് ഇന്റർവൽ എന്ന് പറഞ്ഞ ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെയ്യാനെന്ന് വെച്ചാൽ they are both part of web APIs. വെബ് APIs provided by the browser. നമ്മുടെ ബ്രൗസറിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്ന വെബ് APIസിനകത്ത് ഉള്ളതാണ് ഈ സെറ്റ് ടൈം ഔട്ട് ആൻഡ് സെറ്റ് ഇന്റർവൽ എന്ന് പറയുന്നത്. ബൈ ദി ബ്രൗസർ, വെബ് APIസിനകത്ത് ഉള്ളതാണ്. ബൈ ദി ബ്രൗസർ ഓർ Node.js ഇൻ എ സെർവർ എൻവയറമെന്റ്. Node.jsനകത്തൊക്കെ ഉണ്ട്, സെർവർ എൻവയറമെന്റിനകത്ത് Node.jsനകത്തൊക്കെ ഇതിനകത്ത് ഉള്ള വെബ് APIസിനകത്ത് ഉള്ളതാണ്, പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ് ഈ സെറ്റ് ടൈം ഔട്ട് ആൻഡ് സെറ്റ് ഇന്റർവൽ. ദേ അലോ യു ടു ക്രിയേറ്റ് ഡിലേസ് ഓർ റിപ്പീറ്റഡ് ആക്ഷൻസ്. നമ്മുടെ കോഡിനകത്ത് നമുക്ക് ഡിലേ ചെയ്യാനും, ഒരു ഡിലേ കൊടുത്തിട്ട് കോഡിനെ റൺ ചെയ്യാനും, ടാസ്കിനെ ഷെഡ്യൂൾ ചെയ്യാനും, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്നത് യൂസ് ടു എക്സിക്യൂട്ട് എ ഫങ്ഷൻ വൺസ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് ഡിലേ. ഒരു ഡിലേ നമ്മൾ സ്പെസിഫൈ ചെയ്യും. ആ ഡിലേ കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഫങ്ഷനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ സെറ്റ് ടൈം ഔട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ, സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ സെറ്റ് ടൈം ഔട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് കോൺസ്റ്റ് ടൈമർ ID എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ എന്താണ്, ഒരു ഓപ്പൺ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ആരോ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. അതിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് ഹലോ ആഫ്റ്റർ 2 seconds എന്ന് പറഞ്ഞ ഒരു കൺസോൾ ഡോട്ട് ലോഗ് ഉണ്ട്. അതേപോലെ തന്നെ 2000 എന്ന് പറഞ്ഞിട്ട് ഒരു ഡിലേയും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാന്ന് വെച്ചാൽ ക്ലിയർ ടൈം ഔട്ട് ടൈമർ ID എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ സെറ്റ് ടൈം ഔട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്നാന്ന് വെച്ചാൽ നമ്മള് ക്ലിയർ ടൈം ഔട്ട് എന്ന് വെച്ചാൽ ഈ ടൈമർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സെറ്റ് ഇന്റർവലിന്റെയും കൂടി കോഡ് നോക്കാം. സെറ്റ് ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ടു എക്സിക്യൂട്ട് എ ഫങ്ഷൻ റിപ്പീറ്റഡ്ലി അറ്റ് സ്പെസിഫൈഡ് ഇന്റർവൽസ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, സെറ്റ് ടൈമിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഇനി എന്നാന്ന് വെച്ചാൽ സെറ്റ് ഇന്റർവലിന്റെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെറ്റ് ഇന്റർവൽ എന്ന് പറയുന്നത് എന്താണ്? യൂസ് ടു എക്സിക്യൂട്ട് എ ഫങ്ഷൻ റിപ്പീറ്റഡ്ലി അറ്റ് സ്പെസിഫൈഡ് ഇന്റർവൽ. നമ്മൾ ഒരു ഇന്റർവെലിനെ സ്പെസിഫൈ ചെയ്യും. ആ സ്പെസിഫൈഡ് ഇന്റർവെൽ കഴിഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് ഫങ്ഷനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ സെറ്റ് ഇന്റർവെൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ദിസ് സെറ്റ്സ് എ ടൈമർ ടു റൺ ആഫ്റ്റർ 2 seconds. 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു ടൈമറിനെ സെറ്റ് ചെയ്യാണ്. ഇങ്ങനെ ഫങ്ഷൻ, അതായത് ഓരോ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് കോഡ് റൺ ചെയ്യാനായിട്ട്, ഒരു ഇന്റർവെൽ സെറ്റ് ചെയ്യാനായിട്ട്, ഫങ്ഷനെ റൺ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് വിൽ പ്രിന്റ് ഹലോ ആഫ്റ്റർ 2 seconds. ഓരോ 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഹലോനെ പ്രിന്റ് ചെയ്യുന്നു. ഇതിനെ പ്രിന്റ് ചെയ്യുന്നു. ഈ ടൈമർ ID എന്ന് പറയുന്നത് stores a reference to the timer so you can cancel it later. ടൈമർ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർസ് എ റെഫറൻസ് ടു ദ ടൈമർ. ടൈമറിലേക്കുള്ള റെഫറൻസിനെ സ്റ്റോർ ചെയ്യുന്നു. സോ യു ക്യാൻ ക്യാൻസൽ ഇറ്റ് ലേറ്റർ. നമുക്ക് വേണമെങ്കിൽ പിന്നീട് നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് ടൈമറിന്റെ റെഫറൻസിനെ നമുക്ക് ഇതിനകത്ത് ടൈമർ ID സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനെ നമുക്ക് പിന്നീട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്ലിയർ ടൈം ഔട്ട് ഓഫ് ടൈമർ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്യാൻസൽസ് ദ ടൈമർ ബിഫോർ ഇറ്റ് റൺസ്. അതായത് അത് റണ്ണ് ചെയ്യണേന് മുമ്പ് തന്നെ എന്താണ് ടൈമറിനെ ക്യാൻസൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ക്ലിയർ ടൈം ഔട്ട് ഓഫ് ടൈമർ ഐ ഡി എന്ന് പറയുന്നത്. ബിഫോർ ഇറ്റ് റൺസ് സോ ദ മെസ്സേജ് വിൽ നോട്ട് പ്രിന്റ്. അപ്പൊ മെസ്സേജ് പ്രിന്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. മെസ്സേജ് പ്രിന്റ് ചെയ്യില്ല കാരണം ടൈമർ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് തന്നെ ടൈമറിനെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ റൺ ചെയ്യണതിന് മുമ്പ് തന്നെ ടൈമറിനെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ മെസ്സേജ് പ്രിന്റ് ചെയ്യില്ല. അപ്പൊ കോൺസ്റ്റ് ടൈമർ ഐ ഡി അതിന്റെ എക്സാമ്പിൾ ആണ്. കോൺസ്റ്റ് ടൈമർ ഐ ഡി ഈക്വൽ ടു സെറ്റ് ഇന്റർവൽ എന്ന് പറഞ്ഞ ഫംഗ്ഷന് 2 ആർഗ്യുമെന്റ് ഉണ്ട്. ഒന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആരോ ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ ഒരു ഡിലേയും കൊടുത്തിട്ടുണ്ട്. ഡിലേ അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് ഹലോ ആഫ്റ്റർ 2 സെക്കൻഡ്സ്. അപ്പൊ ഓരോ 2 സെക്കൻഡിലും എന്താണ് ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു സെറ്റ് ഇന്റർവെൽ ടൈം ഔട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ഇന്റർവെല് ടൈമർ ഐ ഡി, അതായത് ക്ലിയർ ഇന്റർവെല് ടൈമർ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു 4000 ഡിലേ കൊടുത്തിട്ടുണ്ട്. 4000 ഡിലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ ക്ലിയർ ഇന്റർവൽ ടൈമർ ഐ ഡിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ ടൈമർ ഐ ഡിനകത്തുള്ള എന്താണോ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതിന് എന്റെ എക്സ്പ്ലനേഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഇന്റർവൽ എന്ന് പറയുന്നത് ഷെഡ്യൂൾസ് എ മെസ്സേജ് ടു പ്രിന്റ് എവറി 2 സെക്കൻഡ്. എല്ലാ 2 സെക്കൻഡിലും ഈ സെറ്റ് ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 2 സെക്കൻഡിലും ഈ ഫംഗ്ഷനെ റണ്ണ് ചെയ്തിട്ട് ഈ സെറ്റ് ഇന്റർവലിനകത്തുള്ള ഈ ഫംഗ്ഷനെ റണ്ണ് ചെയ്ത് എല്ലാ 2 സെക്കൻഡും കഴിഞ്ഞ് ഈ കൺസോളിലുള്ള ഈ മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു. പക്ഷെ ദ ഫസ്റ്റ് മെസ്സേജ് പ്രിന്റ്സ് അറ്റ് 2 സെക്കൻഡ്. ഫസ്റ്റ് മെസ്സേജ് 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും പ്രിന്റ് ചെയ്യുന്നു. ഹലോ 2 സെക്കൻഡ്സ്, ഹലോ ആഫ്റ്റർ 2 സെക്കൻഡ്. സെറ്റ് ടൈം ഔട്ട് എന്താ ചെയ്യുന്നത്? ഈ സെറ്റ് ടു റൺ ആഫ്റ്റർ 4 സെക്കൻഡ്സ്. അപ്പൊ രണ്ടാമത് ഈ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെക്കൻഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താണ് സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റൺ ചെയ്യുന്നു. അപ്പൊ ക്ലിയർ ഇന്റർവൽ ടൈമർ ഐ ഡി അതിനകത്ത് എന്താണ് ഇറ്റ് ക്യാൻസൽസ് ദി ഇന്റർവൽ യൂസിങ് ക്ലിയർ ഇന്റർവൽ ഓഫ് ടൈമർ ഐ ഡി. അപ്പൊ ഇതന്നെ ഇന്റർവൽ എന്ന് വെച്ചാൽ 2 സെക്കൻഡ്. 2 സെക്കൻഡ് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും, പിന്നെ 2 സെക്കൻഡ് 4 സെക്കൻഡ് ആവും. അപ്പൊ നാലാമത്തെ സെക്കൻഡിനകത്ത് ഈ ഇന്റർവെലിനെ എന്താണ് ടൈമർ ഐ ഡി സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈ ടൈമർ ഐ ഡിനെ ഇന്റർവെലിനെ ക്യാൻസൽ ചെയ്യുന്നു. ദി ഇന്റർവൽ യൂസിങ് ക്ലിയർ ഇന്റർവൽ ടൈമർ ഐ ഡി. ക്ലിയർ ഇന്റർവൽ ടൈമർ ഐ ഡി വെച്ചിട്ട് ടൈമർ ഐ ഡിനകത്തുള്ള ഇന്റർവെലിനെ എന്താണ് ക്യാൻസൽ ചെയ്യുന്നു. ബിക്കോസ് ദി ഇന്റർവൽ ഈസ് ക്ലിയർഡ് അറ്റ് 4 സെക്കൻഡ്സ് ഓൺലി 1 മെസ്സേജ് പ്രിന്റ്സ് അറ്റ് 2 സെക്കൻഡ്സ്. അതായത് 4 സെക്കൻഡിനകത്ത് ഇന്റർവെലിനെ ക്ലിയർ ചെയ്യണ കാരണം ഒരു മെസ്സേജ് ആണ് പ്രിന്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഒരു പ്രാവശ്യമാണ് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതാണ് സെറ്റ് ഇന്റർവെല്ലും സെറ്റ് ടൈം ഔട്ടും തമ്മിലുള്ള വ്യത്യാസം.